നിങ്ങൾ ഈ കളക്റ്റബിൾ ഐറ്റംസിന്റെ ഒക്കെ ഒരു ഫാനാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ടാവും, ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബാറ്റ്മാന്റെ ഒരു ഐക്കൺ കണ്ടിട്ടുണ്ടാവും. ബാറ്റ്മാന്റെ ഐക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഒരു ഐക്കൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഐക്കൺ ഇതിന്റെ നോർമൽ ആയിട്ടുള്ളതുണ്ട്, അതായത് മെറ്റലിന്റെ ഉണ്ട്, അതായത് ലൈറ്റ് ഉള്ളതുണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് വാരിയേഷൻസിലൊക്കെ ഉള്ളുണ്ട്. അപ്പൊ ഇതിന്റെ നോർമലി പ്രൈസ് റേഞ്ച് 200 രൂപ മുതൽ 2000 രൂപ വരെ ഡിഫറെന്റ് ആയിട്ടുള്ള പല റേഞ്ച് ഉള്ളതുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ, അതായത് ഈ ബാറ്റ്മാന്റെ ആ ഒരു ഐക്കൺ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളത് ഒരു ഫോം ബോർഡാണ്. ഈ ഒരു ഫോം ബോർഡ് യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുന്നത്. അപ്പൊ എത്രത്തോളം പോസിബിൾ ആയിട്ടാണ് ഉണ്ടാവുന്ന എനിക്കറിയില്ല. എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ ചെയ്തു നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പേപ്പറിൽ ഔട്ട്ലൈനും ഇട്ടുകൊണ്ടിരിക്കുക. ആ ബാറ്റ്മാന്റെ ഐക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നത്, വരച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ നമ്മൾ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫോം ബോർഡ് കുറച്ച് സോഫ്റ്റ് ആണ്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാത്തിട്ട് അതിന്റെ പാട് അവിടെ ഉണ്ടാവും, കാര്യമായിട്ട് കാണും. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് പെൻസിലൂടെ ഡയറക്റ്റ്ലി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കാൻ, മായ്ച്ച് വരയ്ക്കാനൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഔട്ട് വരുന്ന സമയത്ത് ഭയങ്കര വൃത്തിയടക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ, ഇത് എന്താണ് നമ്മുടെ മറ്റേ ഇതില്ലേ, പേര് പറഞ്ഞു, ആ ഒരു പേപ്പറാണ്, അതായത് ഓയിൽ പേപ്പറോ, ആ ഒരു പേപ്പറിലാണ് നമ്മൾ ഔട്ട്ലൈൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഔട്ട്ലൈൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അത് കട്ട് ഔട്ട് ചെയ്ത് നമ്മൾ പെയിന്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ബാറ്റ്മാന്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുക. ഇതിനകത്ത് ബാറ്റ്മാന്റെ ഐക്കൺ ഉള്ളത് ഡയറക്ട്ലി ബ്ലാക്ക് ആണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ ബ്ലാക്കും അതേപോലെ തന്നെ ബാറ്റ്മാന്റെ ആ യെല്ലോ കളറിൽ ഇത് രണ്ടും ഒരു കോംബോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫുൾ വേർഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബിഗ് ഗൈസ്.